അടുത്ത കാലം വരെ നമ്മൾ അധികം കേൾക്കാത്ത ഒരു രാജ്യത്തിന്റെ പേരായിരുന്നു ഹെയ്ത്തി. എന്നാൽ ഹെയ്ത്തി ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് 2026 അമേരിക്ക, കാനഡ, മെക്സിക്കോ വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്തുകൊണ്ടാണ്. ഏതാണ്ട് 48 രാജ്യങ്ങൾ അടുത്ത വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യും. പക്ഷേ ഹെയ്ത്തിയുടെ ക്വാളിഫിക്കേഷൻ എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത്? അതിന് കാരണം അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ കാരണങ്ങളും, ഒപ്പം ഹെയ്ത്തി ഒരു മത്സരം പോലും അവരുടെ ഹോം ഗ്രൗണ്ടിൽ അവരുടെ സ്വന്തം രാജ്യത്ത് കളിച്ചിട്ടില്ല. ഹെയ്ത്തിയുടെ കോച്ച് സെബാസ്റ്റ്യൻ മൈഗൻ ഒരിക്കൽ പോലും ഹെയ്ത്തി എന്ന രാജ്യം സന്ദർശിച്ചിട്ടില്ല. ഹെയ്ത്തിയുടെ പ്ലേയേഴ്സ് മറ്റു രാജ്യങ്ങളിൽ പോയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഹെയ്ത്തി ക്വാളിഫൈ ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ട്രംപിന്റെ പ്രതികരണം ഹെയ്ത്തിയുടെ പ്ലേയേഴ്സും ഒഫീഷ്യൽസും വന്ന് വേൾഡ് കപ്പ് കളിച്ചോട്ടെ, പക്ഷേ ഒരു ഒറ്റ ഹെയ്ത്തിക്കാരനെ പോലും അമേരിക്കയിലേക്ക് കയറ്റാൻ പോകുന്നില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഹെയ്ത്തി സ്വന്തം രാജ്യത്ത് കളിക്കാത്തത്? എന്തുകൊണ്ടാണ് അവരുടെ കോച്ച് ആ രാജ്യം സന്ദർശിക്കാത്തത്? എന്തുകൊണ്ടാണ് ട്രംപിന് ഹെയ്ത്തി ഒരു വെറുക്കപ്പെട്ട രാജ്യമായത്? ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഹെയ്ത്തി ഒരു കരീബിയൻ ഐലൻഡാണ്, നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽ പെടുന്ന ഒരു ദ്വീപ് രാജ്യം. 1700കളിൽ ഹെയ്ത്തി ഒരു ഫ്രഞ്ച് കോളനിയായിരുന്നു. യൂറോപ്യൻസ്, പ്രത്യേകിച്ച് ഫ്രഞ്ചുകാർ, അവരെ ജ്വൽ ഓഫ് കരീബിയൻ എന്നാണ് വിളിച്ചിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന വിഭവ സമൃദ്ധിയായിരുന്നു അതിന് കാരണം. ഏറ്റവും വിഭവസമൃദ്ധമായ ഒരു കരീബിയൻ ഐലൻഡായിരുന്നു ഹെയ്ത്തി. കോഫി, ഷുഗർ, മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങൾ ഇതെല്ലാം ധാരാളമായി അവിടെ ലഭ്യമായിരുന്നു. എന്നാൽ മറ്റൊരു വിഭവം കൂടി അവിടെ ലഭ്യമായിരുന്നു, അത് മനുഷ്യ വിഭവമായിരുന്നു. അതിനെയും ഫ്രഞ്ചുകാർ നല്ലോണം ചൂഷണം ചെയ്തിരുന്നു. ഫ്രഞ്ചുകാർ ഹെയ്ത്തിക്കാരെ അടിമകളായി വെച്ച് പണിയെടുപ്പിച്ചിരുന്നു. ഈ ഒരു ഫ്രഞ്ച് അധിനിവേശം ഏതാണ്ട് 1700കളുടെ അവസാനം വരെയുണ്ട്. 1794 അവിടെ ഒരു വിപ്ലവം നടക്കുന്നു. ആ ഒരു വിപ്ലവം ഏതാണ്ട് 10 വർഷം നീണ്ടു നിൽക്കുന്നു. 1804 ഹെയ്ത്തി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. ലോകത്തിലെ തന്നെ ആദ്യത്തെ ബ്ലാക്ക് റിപ്പബ്ലിക്കായി ഹെയ്ത്തി മാറുന്നു. എന്നാൽ കോളനി ഭരണം അവസാനിപ്പിച്ച് അവിടെയുള്ളതെല്ലാം ഉപേക്ഷിച്ച് അങ്ങനെ ചുമ്മാ പോകാൻ ഫ്രഞ്ചുകാർ തയ്യാറായിരുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കുന്നതിന്, അവരുടെ കോളനി അവസാനിപ്പിക്കുന്നതിന് ഫ്രഞ്ചുകാർ ആവശ്യപ്പെട്ടത് 150 മില്യൺ ഫ്രാങ്ക്സ് ആണ്. അതായത് ഫ്രഞ്ചുകാർ ഹെയ്ത്തിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതിന് അല്ലെങ്കിൽ കോളനി അവസാനിപ്പിക്കുന്നതിന് 150 മില്യൺ ഫ്രാങ്ക്സ് ഹെയ്ത്തി ഫ്രാൻസിന് കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? ഫ്രാൻസിലെ ബാങ്കുകളിൽ നിന്നും കടം എടുത്തിട്ട് അത് ഫ്രാൻസിന് തന്നെ കൊടുക്കണം. ആ കടം ഹെയ്ത്തി അടച്ചു തീർക്കണം. ഇതായിരുന്നു ഫ്രാൻസിന്റെ കണ്ടീഷൻ. യുദ്ധം കൊണ്ടും വിപ്ലവം കൊണ്ടും ചൂഷണം കൊണ്ടും തകർന്നു നിൽക്കുന്ന ഹെയ്ത്തിക്ക് ഇത് അംഗീകരിക്കുകയല്ലാതെ മറ്റു വഴികളുണ്ടായിരുന്നില്ല. ആ ഡീല് അവർ അംഗീകരിക്കുന്നു. ഈ 150 മില്യൺ ഫ്രാങ്ക്സ് 200 വർഷങ്ങൾക്ക് മുമ്പുള്ള 150 മില്യൺ ഫ്രാങ്ക്സ് ആണെന്ന് ഓർക്കണം. അതിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. ഈ പണം അടച്ചു തീർക്കാൻ ഹെയ്ത്തി എടുത്തത് എത്ര വർഷങ്ങളാണെന്ന് അറിയുമോ? 10 വർഷം, 20 വർഷം, 50 വർഷം? അല്ല, 120 വർഷങ്ങൾ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏതാണ്ട് 3 തലമുറ ഹെയ്ത്തിക്കാർ ഫ്രാൻസിന് വേണ്ടി ജോലി ചെയ്യേണ്ടി വന്നു, ഫ്രാൻസ് അവിടുന്ന് ഇറങ്ങിപ്പോയതിനു ശേഷവും. ആ രീതിയിലാണ് ഫ്രാൻസ് ഹെയ്ത്തി എന്ന ആ കരീബിയൻ രാജ്യത്തെ പിഴിഞ്ഞെടുത്തത്. അങ്ങനെ ഫ്രാൻസിന്റെ കടം ഏതാണ്ട് തീർന്നു വന്നു എന്ന സാഹചര്യത്തിൽ അതാ വരുന്നു അമേരിക്ക. അമേരിക്ക ഹെയ്ത്തിയെ കോളനിയാക്കാൻ ശ്രമിക്കുന്നു. അമേരിക്ക ഏതാണ്ട് 1904 ഹെയ്ത്തിയെ ഒരു കോളനിയാക്കി മാറ്റുന്നതും അവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ തുടങ്ങുന്നതും. അത് ഏതാണ്ട് 10-25 വർഷം നീണ്ടു നിന്നു. 1925 അമേരിക്ക അവിടെ നിന്നും അവരുടെ ഭരണം അവസാനിപ്പിച്ച് പുറത്തേക്ക് പോകുന്നു. അത് 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധത്തിന്റെ സാഹചര്യങ്ങളും കൊണ്ടുകൂടിയാണ് അമേരിക്കയ്ക്ക് അവിടുന്ന് പോകേണ്ടി വന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും ഹെയ്ത്തി എന്ന രാജ്യം രക്ഷപ്പെടുന്നില്ല. കാരണം അവരുടെ മനുഷ്യ വിഭവശേഷിയും പ്രകൃതി വിഭവശേഷിയും എല്ലാം ഏതാണ്ട് തീരുന്ന ഒരു തളർന്ന അവസ്ഥയിലേക്ക് അപ്പോൾ എത്തി. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അരക്ഷിതാവസ്ഥ നിലനിന്നിരുന്നു. അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുക അത്ര എളുപ്പമായിരുന്നില്ല. അവിടെ പിടിച്ചുപറിയും കൊലയും കൊലപാതകങ്ങളും എല്ലാം ഒരു സാധാരണ സംഭവമായിരുന്നു. സാധാരണ പോലെ മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു രാജ്യമായിരുന്നില്ല ഹെയ്ത്തി അന്ന്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നും റിക്കവർ ചെയ്യാൻ അവർ വർഷങ്ങളെടുത്തു. ഏതാണ്ട് 1990കൾ വരെ ഇതിങ്ങനെ നീണ്ടു നിന്നു. 90-ന് ശേഷം അവർക്ക് ഭേദപ്പെട്ട ഒരു ഭരണകൂടം ഉണ്ടാകുന്നു. പതിയെ പതിയെ ഹെയ്ത്തി രക്ഷപ്പെടും എന്നൊരു സ്ഥിതിയിലേക്ക് എത്തുന്നു. എന്നാൽ 2010 ശക്തമായ ഒരു ഭൂമി കുലുക്കം ഹെയ്ത്തിയെ പിടിച്ചു കുലുക്കുന്നു. സമീപകാല ചരിത്രത്തിൽ ഏതാണ്ട് 200 വർഷത്തിന്റെ ചരിത്രത്തിൽ ലോകത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂമി കുലുക്കങ്ങളിൽ ഒന്നായിരുന്നു അത്.
ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഭൂമി കുലുക്കത്തിൽ മരിച്ചത്. കോടിക്കണക്കിന് ആളുകൾക്ക് അവരുടെ വീടും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടു. ഭൂമി കുലുക്കത്തിന്റെ കെടുതികൾ ഏതാണ്ട് അവസാനിക്കുന്ന സമയത്താണ് ഒരു കോളറ അറ്റാക്ക് ഉണ്ടാകുന്നത്. കോളറ അവിടെ പടർന്നു പിടിക്കുന്നു. ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഈ കോളറയിലൂടെയും അവിടെ മരിക്കുന്നുണ്ട്. കോളറയുടെ കെടുതികൾ അവസാനിക്കുമ്പോൾ വീണ്ടും വരുന്നു മറ്റൊരു പ്രകൃതിക്ഷോഭം, ഒരു ഹരിക്കെയിൻ കൊടുങ്കാറ്റ്. ഇത് കരീബിയൻ നാടുകളെ മൊത്തം ബാധിച്ച ഒരു കൊടുങ്കാറ്റായിരുന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഹെയ്ത്തിയെയായിരുന്നു. പിന്നീട് നമുക്കറിയാം 2018, 19, 20 സമയത്ത് ലോകത്തെ മൊത്തം ബാധിച്ച COVID-19 ഹെയ്ത്തിയെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. ആ സമയത്ത് ഭാഗ്യവശാൽ അവർക്ക് കൊള്ളാവുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, ജോവനൽ മോയിസ് എന്ന അവരുടെ ഭരണാധികാരി. എന്നാൽ 2021 കൊളംബിയൻ അക്രമകാരികളാൽ അസാസിനേറ്റ് ചെയ്യപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു. അതിന് കാരണം ഇപ്പോഴും വ്യക്തമല്ല, ട്രയലുകൾ നടന്നു വരുന്നേ ഉള്ളൂ. അതിന് കാരണം എക്സ്റ്റേണൽ റീസൺസ് ആണ്. അതായത് രാജ്യത്തിന് പുറത്തു നിന്നുള്ള ചില അക്രമകാരികൾ ട്രേഡ് സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് അയാളെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നു. അതേസമയം അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്തത് ഇന്റേണൽ പ്രഷർ കൊണ്ടാണ്. ഇന്റേണൽ പാർട്ടീസ് ഈ അക്രമകാരികളെ ഹയർ ചെയ്ത് കൊന്നുകളഞ്ഞതാണ് എന്നും പറയുന്നുണ്ട്. ഇതിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഇപ്പോൾ ഹെയ്ത്തി ഭരിക്കുന്നത് അലക്സ് ഡിഡിയർ ഫോൾസ് എന്ന് പറഞ്ഞ ഒരു താൽക്കാലിക ഭരണാധികാരിയാണ്. ഈ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം തന്നെ ഒരു ഇലക്ഷൻ നടക്കുക എന്നുള്ളതാണ്. എന്നാൽ ആ ഇലക്ഷൻ നടത്താൻ അവർ 2021 മുതൽ ശ്രമിക്കുന്നുവെങ്കിലും അത് നടക്കുന്നില്ല. 2026 അവരത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, നടക്കുമോ എന്ന് ഉറപ്പില്ല. എന്നാൽ ഇതിന് പാരലായിട്ട് ഈ സംഭവങ്ങൾക്കിടയിൽ, ഈ അരക്ഷിതാവസ്ഥയ്ക്കിടയിൽ ഹെയ്ത്തിയിലെ ഫുട്ബോൾ എങ്ങനെ വളർന്നു എന്ന് ചോദിച്ചാൽ വലിയ വളർച്ചയൊന്നും ഹെയ്ത്തി ഫുട്ബോളിന് ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. അവർ എല്ലാ കാലത്തും ഫിഫ റാങ്കിൽ വളരെ താഴെ നിൽക്കുന്ന ഒരു ടീമാണ്. എന്നാൽ ഈ നൂറ്റാണ്ടുകളുടെ പോരാട്ട വീര്യം പല കൂറി തിരിച്ചു വന്നതിൻ്റെ ഒരു സ്ഥൈര്യം അത് ആ ഹെയ്ത്തിക്കാരൻ്റെ മനസ്സിലുണ്ട്, ഓരോ പ്ലേയേഴ്സിൻ്റെയും മനസ്സിലുണ്ട്. ഓരോ പ്ലേയേഴ്സും ആ ഒരു പോരാട്ട വീര്യം കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് മറ്റ് കരീബിയൻ രാജ്യങ്ങളെ പിന്നിലാക്കി ഹെയ്ത്തി ഈ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അവർ ഫിഫ റാങ്കിങ്ങിൽ വളരെ താഴെ നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഹെയ്ത്തിയെ എങ്ങനെ സഹായിക്കും എന്ന് ചോദിച്ചാൽ, വലിയ തോതിലല്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ഹെയ്ത്തിയുടെ പുരോഗതിക്ക് വേണ്ടി സഹായിക്കും. ലോകത്തിൻ്റെ ഒരു ഫോക്കസ്, ഒരു ഗ്ലോബൽ ഫോക്കസ് ഹെയ്ത്തിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് അമേരിക്കൻ രാജ്യങ്ങളുടെയും കരീബിയൻ രാജ്യങ്ങളുടെയും ഫോക്കസ് അവിടേക്ക് വരും. അവിടെ പുതിയ നിക്ഷേപങ്ങൾ അതുവഴി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവിടുത്തെ ആളുകൾക്ക് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് കൂടുതൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അവിടുത്തെ പ്ലേയേഴ്സിന് ബെറ്റർ ആയിട്ടുള്ള സാഹചര്യവും മറ്റു രാജ്യങ്ങളിൽ പോയി കളിക്കാനുള്ള ഒരു അവസരവും ഇതുവഴി ലഭിച്ചേക്കാം. ഇതിലെല്ലാം ഉപരി ഹെയ്ത്തിക്കാരനിടയിൽ ഒരു ഐക്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കിടയിലാണെങ്കിൽ പോലും ഒരു ഹെയ്ത്തിക്കാരൻ എന്ന വികാരം, ഒരു രാഷ്ട്ര വികാരം ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ക്വാളിഫിക്കേഷൻ സഹായിച്ചേക്കാം. അതവരെ ഒരുപക്ഷെ ഐക്യത്തിലൂടെ പുരോഗതിയിലേക്ക് നയിക്കാനും സഹായിച്ചേക്കും. ഇനി ഈ വേൾഡ് കപ്പിൽ ഹെയ്ത്തിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, അത് വലിയ കാര്യങ്ങളൊന്നും ഹെയ്ത്തിക്ക് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ മിക്കവാറും ഹെയ്ത്തി വീണുപോയേക്കും. എന്നാൽ എതിരാളികളായ ശക്തന്മാരായ ബ്രസീൽ, മൊറോക്കോ, സ്കോട്ട്ലൻഡ് ഇവർക്ക് ഈസിയായി ഹെയ്ത്തിയെ കടന്നു പോകാം എന്നൊരു ചിന്ത വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഒരു ശക്തമായ മത്സരം, ഒരു ചെറുത്തുനിൽപ്പ് നൽകിയിട്ട് തന്നെയായിരിക്കും ഹെയ്ത്തിയുടെ പരാജയം ഉണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഒരു ടൈലന്റ് പോലെ പറഞ്ഞോട്ടെ, കേരള ഫുട്ബോൾ ഫാൻസിന് ഹെയ്ത്തിയോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവേണ്ടതാണ്. കാരണം 2016-17 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഹെയ്ത്തി പ്ലെയർ കളിച്ചിരുന്നു, ഡെക്കാൻ സ്നേസൺ. വളരെ നല്ല പ്രകടനമാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചത്. ഇദ്ദേഹം വെറും ഒരു ഹെയ്ത്തി പ്ലെയർ മാത്രമല്ല, ഹെയ്ത്തിയുടെ എക്കാലത്തെയും ടോപ്പ് സ്കോററാണ്. 44 ഗോളുകൾ ഹെയ്ത്തിക്ക് വേണ്ടി നേടിയിട്ടുള്ള ആളാണ്. ഈ വരുന്ന വേൾഡ് കപ്പ് സ്ക്വാഡിലും അദ്ദേഹമുണ്ട്. അപ്പോൾ ഹെയ്ത്തി എന്ന രാജ്യത്തിന്റെ ഒരു നല്ല നാളേക്ക് വേണ്ടിയും ഹെയ്ത്തിയുടെ ശക്തമായ ഒരു വേൾഡ് കപ്പ് പ്രകടനത്തിന് വേണ്ടിയും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.